നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന പേരിൽ വാട്സപ്പിൽ വന്ന സന്ദേശമനുസരിച്ച് പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 6 ലക്ഷം രൂപ നഷ്ടമായി. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ അറസ്റ്റിൽ. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. LP UP വിദ്യാർത്ഥികൾക്കായുള്ള നേത്രാരോഗ്യ പദ്ധതിക്ക് തുടക്കമായി. കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. വാർത്തകൾ വിശദമായി. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന് ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്ന് ശരത് പ്രസാദ് പറയുന്നു. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് MK കണ്ണന്റെ കപ്പലണ്ടി കച്ചവടമായിരുന്നു എന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട്. 5 വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതേസമയം ശബ്ദ സന്ദേശം പുറത്തുവിട്ട നിബിൻ ശ്രീനിവാസനെ പാർട്ടിയുടെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കി. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന പേരിൽ വാട്സപ്പിൽ വന്ന സന്ദേശം അനുസരിച്ച് പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 6 ലക്ഷം രൂപ നഷ്ടമായി. തട്ടിപ്പറഞ്ഞ ഉടൻ ബാങ്ക് അധികൃതരെ അറിയിച്ചിട്ടും തടയാൻ നടപടിയുണ്ടായില്ലെന്ന് പരാതി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ ബാസിത്തിന്റെയും ഭാര്യയുടെയും അക്കൌണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാസിത്തിന്റെ വാട്സപ്പിലേക്ക് APK ഫയലായി സന്ദേശം വന്നത്. ട്രാഫിക് സിഗ്നൽ ലംഘനത്തിന് 500 രൂപ പിഴയടയ്ക്കണമെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. എന്തെങ്കിലും വിധത്തിൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു. പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി OTPകൾ വരാൻ തുടങ്ങി. ബാങ്കിന്റെ ആപ്പിലും കയറാൻ പറ്റാതെയായി. ഇതോടെ അക്കൌണ്ടുകളുള്ള ഇൻഡസെന്റ് ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വിവരമറിയിച്ചു. എന്നാൽ ബാങ്ക് ജീവനക്കാർ വിഷയം ഗൌരവത്തിൽ എടുത്തില്ലെന്ന് ബാസിത്ത് പറഞ്ഞു. ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവമുണ്ടായി. തുടർന്ന് വൈകിട്ടോടെ 5 തവണയായി പണം നഷ്ടപ്പെടുകയായിരുന്നു. 2 പേരുടെയും ജോയിന്റ് അക്കൌണ്ടുകളിൽ നിന്നും അബ്ദുൾ ബാസിത്തിന്റേത് മാത്രമായ അക്കൌണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി. പിറകെ വാട്സപ്പും നഷ്ടമായി. ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും RTO സന്ദേശം വ്യാജമാണെന്നും വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് ബാസിത്ത് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ അറസ്റ്റിൽ. കൊരട്ടി മണ്ടികുന്ന് സെയിന്റ് റോക്കീസ് കപ്പേളയ്ക്ക് സമീപം വെച്ച് അന്നനാട് കാടുകുറ്റി സ്വദേശി ഷിനോജ്, മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കോടശ്ശേരി മേച്ചിറ സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു, കാര്യാടൻ വീട്ടിൽ സുജേഷ്, മഠത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ്, ഇരിങ്ങാലക്കുട സ്വദേശി തെറ്റയിൽ വീട്ടിൽ ജിസ്മോൻ, ചാലക്കുടി ചൌക്ക സ്വദേശി എടാർത്ത് വീട്ടിൽ അജിത് എന്നീ 5 പ്രതികളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടിയിലുള്ള അപ്ലയൻസ് സ്ഥാപനത്തിലെ ജോലി സംബന്ധമായ തർക്കങ്ങളാണ് ആക്രമണത്തിന് കാരണം. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ സുരേഷ്, ഭാര്യ ലത എന്നിവർക്കാണ് പരിക്കേറ്റത്.
വ്യാഴാഴ്ച വൈകിട്ട് 6:30 ചൊവ്വൂർ കയറ്റത്തിന് സമീപമായിരുന്നു അപകടം. തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന അന്നം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വൂർ കയറ്റത്തിന് സമീപത്ത് വെച്ച് ബസ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിൽ തെറിച്ചുവീണ ദമ്പതികളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും ചേർപ്പ് ആക്സ് പ്രവർത്തകർ കുർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും SSM റിസർച്ച് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന LP UP വിദ്യാർത്ഥികൾക്കായുള്ള നേത്രാരോഗ്യ പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് LP UP ഹൈസ്കൂൾ സ്കൂളുകളിൽ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കുമായുള്ള സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO MK സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ബേബി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ PB നിഷ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ആര്യലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, LP ഹെഡ്മിസ്ട്രസ് IN ശ്രീജ, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് NS ഷീബ, റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റുമാരായ ജോർജ് കല്ലേലി, മുരളീധരൻ, ജോൺ തെക്കേക്കര, മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, ബാബു ജോസഫ്, റോട്ടറി ട്രഷറർ റോയ് K ഡേവിസ്, അധ്യാപക പ്രതിനിധി ടെൽമ കൊറിയ, PTA പ്രസിഡന്റ് ശ്രീനാഥ് എന്നിവർ പ്രസംഗിച്ചു. കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരുമ്പൂർ പഞ്ചായത്തുകളിലെ കോൾ കർഷകരാണ് ആശങ്കയിലായത്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് പല പാടശേഖരങ്ങളും മുങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കരുവാലിയും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ഇവ നീക്കം ചെയ്ത എതിർദിശയിലേക്കാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. അന്തിക്കാട്, കൊടയാട്ടി, തോട്ടുപുര, അഞ്ചുമുറി, വാരിയം, കോൾപ്പടവ് തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിന്ന് അധിക വെള്ളം മെയിൻ കനാലിലേക്ക് പമ്പ് ചെയ്ത് തുടങ്ങിയതോടെയാണ് കനാൽ നിറഞ്ഞ് ദിശ മാറി ഒഴുകാൻ തുടങ്ങിയതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. 2 മാസം മുൻപ് ആരംഭിച്ച വൃത്തിയാക്കൽ എങ്ങും എത്താതെ നിർത്തിവച്ച നിലയിലാണിപ്പോൾ. ഡ്രെഡ്ജറുകൾ കനാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. ഈ നിലയ്ക്ക് കൃഷി ഇറക്കാനായി എല്ലാ പടവുകളും വറ്റിക്കാൻ തുടങ്ങുന്നതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് ബണ്ട് ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ വെള്ളമൊഴുകി പല പാടശേഖരങ്ങളും മുങ്ങുന്ന സ്ഥിതി ആവർത്തിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 70 രൂപ കൂടി ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന പേരിൽ വാട്സപ്പിൽ വന്ന സന്ദേശമനുസരിച്ച് പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 6 ലക്ഷം രൂപ നഷ്ടമായി. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ അറസ്റ്റിൽ. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. LP UP വിദ്യാർത്ഥികൾക്കായുള്ള നേത്രാരോഗ്യ പദ്ധതിക്ക് തുടക്കമായി. കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.